ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതടക്കമുള്ള വിവാദ വിഷയങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവുമല്ലോ. അതേപോലെ തന്നെ തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. PV അൻവർ MLA ADGP MR അജിത് കുമാറിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളും ഓർക്കുന്നുണ്ടാവുമല്ലോ. ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് മന്ത്രിസഭാ തീരുമാനം എന്നുള്ള നിലയ്ക്കാണോ മന്ത്രിസഭയുടെ അംഗീകാരം എന്നുള്ള നിലയ്ക്കാണോ എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ADGP MR അജിത് കുമാറിനെ DGP ആയിട്ട് ഉയർത്താം എന്നുള്ള നിർദ്ദേശം മന്ത്രിസഭയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയും ഈ നിമിഷം നമ്മൾ അറിയേണ്ടതുണ്ട്. സംസ്ഥാനത്തെ ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് കോഴിക്കോട് DDEയുടെ മൊഴിയെടുത്തിരിക്കുന്നു. ചോദ്യക്കടലാസ് ചോർന്നതിൽ യൂട്യൂബ് ചാനലുകളെ സംശയമുണ്ടെന്ന് DDE മൊഴി നൽകി. റിയാസ് KMR ചേരുന്നു. എന്തൊക്കെയാണ് മൊഴിയിലെ മറ്റു കാര്യങ്ങൾ? DDEയുടെ മൊഴിയാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം എടുത്തത്. ക്രൈംബ്രാഞ്ച് മലപ്പുറം DYSP ആയിട്ടുള്ള റെജിയം കുന്നുപറമ്പന്റെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുത്തത്. അതിൽ പ്രധാനമായും DDE മനോജ് കുമാർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളത് തന്നെയാണ്. ചോദ്യപേപ്പർ ചോർന്നതിൽ ഈ യൂട്യൂബ് ചാനലുകളെ സംശയിക്കുന്നു. അത് ഈ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് വ്യക്തത വരുത്താൻ ഒരു വിശദമായ ഒരു അന്വേഷണം തന്നെ വേണം എന്നുള്ളതാണ് ഈ കോഴിക്കോട് ഉപവിദ്യാഭ്യാസ ഡയറക്ടറായിട്ടുള്ള മനോജ് കുമാർ നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ കൊടുവള്ളി AEOയുടെ മൊഴി കൂടി രേഖപ്പെടുത്തും ക്രൈംബ്രാഞ്ച് സംഘം. അത് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം കൊടുവള്ളി AEO ആണ് ഈ ഒരു വിവാദം, ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു എന്ന സംഭവം വന്ന ഉടനെ തന്നെ കൊടുവള്ളിയിലേതാണ് വിവാദ സ്ഥാപനമായിട്ടുള്ള MS സൊല്യൂഷൻ, അവരുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് ഈ ചോദ്യപേപ്പർ ചോർന്നത് എന്നുള്ളതാണ് മന്ത്രി V ശിവൻകുട്ടി അടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിക്കുന്നു. പിന്നീട് DGPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സംഘത്തെ, പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ ഈ റെജിയം കുന്നുപറമ്പന്റെ മേൽനോട്ടത്തിൽ നിയമിക്കുന്നു 5 അംഗ സംഘത്തെ. അവരാണ് ഇത് അന്വേഷിക്കുന്നതിന് മുൻപ് ആദ്യം ഈ വിഷയം വകുപ്പ് തലത്തിൽ അന്വേഷിച്ചിരുന്നത് കൊടുവള്ളി AEO ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മൊഴിയുമേറെ നിർണായകമാണ്. ആ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും ഈ വിവാദമായിട്ടുള്ള സ്ഥാപനം MS സൊല്യൂഷൻ്റെ CEO ആയിട്ടുള്ള മുഹമ്മദ് ഷുഹൈബിൻ്റെ മൊഴി രേഖപ്പെടുത്തുക. അത് നാളെയോ നാളെ കഴിഞ്ഞായിരിക്കും ഷുഹൈബിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്ന പ്രക്രിയ ഉണ്ടാവുക. ഈ മൊഴികളെല്ലാം ചേർത്തുള്ള റിപ്പോർട്ടായിരിക്കും ക്രൈംബ്രാഞ്ച് സംഘം സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുക. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇതിൽ കേസെടുക്കേണ്ടതുണ്ടോ, FIR രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുക. അങ്ങനെയെങ്കിൽ ഉള്ള നടപടികളായിരിക്കും മുന്നോട്ട് പോകുക. പ്രധാനമായും ഈ ചോദ്യപേപ്പർ ചോർന്നോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. ചോദ്യപേപ്പർ ചോർന്നതിൽ യൂട്യൂബ് ചാനലുകളെ സംശയമുണ്ട് എന്ന് പറയുമ്പോഴും അധ്യാപകർക്കുള്ള പങ്കിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിന് വിശദമായ അന്വേഷണം വേണമെന്ന് DDE പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ ആ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്തെ ക്രിസ്മസ് പരീക്ഷാ ചോദ്യക്കടലാസ് ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് കോഴിക്കോട് DDEയുടെ മൊഴിയെടുത്തിരിക്കുന്നു. ചോദ്യക്കടലാസ് ചോർന്നതിൽ യൂട്യൂബ് ചാനലുകളെ സംശയമുണ്ട് എന്നാണ് DDE മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴിയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു റിയാസ് KMR കോഴിക്കോട്ട് നിന്ന്.